എല്ലാവർക്കും ഈ ഉമ്മച്ചിൻ്റെ കുഞ്ഞടുക്കളയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ഷെറീന. ഞാനിന്നിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് പാപ്പാൻ്റെ ഫേസ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാനിതിൻ്റെ അകത്ത് ഒരു 1/4 കിലോത്തിൻ്റെ ഒരു വാനില കേക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു കേക്ക് ഇടുമെന്ന്. അപ്പോൾ 1/4 കിലോയിലും കുറച്ചൊക്കെ കൂടുതൽ ഉണ്ടാവും. കറക്റ്റ് ആ മെഷറിൽ ഉണ്ടാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ കഴിയുന്ന വിധത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇതിൽ മൂക്ക് എവിടെ പല്ല് എവിടെയെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. ഞാൻ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാം. ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നനവൊക്കെ തുടച്ചിട്ട് ഒരു ബൗളിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലാത്ത ആളുകൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുക. വിസ്ക് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു സംശയവും വേണ്ട. നല്ല വൃത്തിയായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലോട്ടൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പില്ലാത്തവർ വീട്ടിലുള്ള സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ബീറ്റർ യൂസ് ചെയ്തിട്ടുള്ള. ഇതിനു മുമ്പേക്ക് കേക്ക് ഇട്ടപ്പോഴൊക്കെ വിസ്ക് വെച്ചിട്ട് ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീം പോലെ ആക്കിയെടുക്കണം. ഒരു വെള്ള കളർ ക്രീം പോലെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലോട്ടൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടാൻ കറക്റ്റായിട്ട് അതിലോട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി എസെൻസ്. ഒപ്പം ഇതിലോട്ടൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇതും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഒരു നുള്ള് ഉപ്പിട്ടെടുക്കാം. മധുരം നല്ല വൃത്തിയായിട്ട് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് മറക്കരുത്, എന്നാലുള്ള കേക്കിന് സ്വാദ് കൂടുള്ളൂ. ശേഷം നമുക്ക് പൊടികളൊന്ന് തരിച്ചെടുക്കണം. 1/2 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇവയും കൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊടികൾ തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് സ്പൂൺ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല പോലെ പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം മാത്രം യോജിപ്പിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ കുറച്ച് മൈദ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദയും പഞ്ചസാര പൊടിച്ചതും സെയിം അളവിലെടുത്താൽ മധുരം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു ഇളം ചൂടോട് കൂടിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ബാറ്റർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡ്രോപ്പ് വിനീഗറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ ബാറ്റർ മുഴുവനായിട്ടും റെഡിയായി കിട്ടും. ചെറിയൊരു തുമ്മലും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ശേഷം ഇതുപോലെ ഒന്ന് കേക്ക് ടിന്നിൽ ഒന്ന് എണ്ണ തടവി കൊടുത്ത ശേഷം മൈദ ഇതുപോലെ കൊട്ടിക്കൊടുത്താൽ ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല വൃത്തിയിൽ കേക്ക് നമുക്ക് കൊട്ടിയെടുക്കാവുന്നതാണ്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ ഉപ്പിട്ടിട്ട് സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേനും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് നിറച്ചിട്ട് എടുക്കുക. കാരണം മുകളിൽ ഡെക്കറേഷനൊക്കെ കൊടുക്കാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുക്കണം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്തിട്ടുള്ള വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതേ സെയിം ബ്രാൻഡ് തന്നെ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി കൊടുത്തിട്ട് ഇതിലോട്ടൊന്ന് റെഡ് കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തൊപ്പി വരക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ക്രീമിനാണ് ഇങ്ങനെ റെഡ് കളർ മിക്സ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ വൈറ്റ് തന്നെയാണ് വേണ്ടതും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. മുറിക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ട്, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്.
ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ ഷുഗർ സിറപ്പ് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാൻ മാത്രമായിട്ട് ഒഴിക്കരുത്. നല്ലപോലെ ഒഴിച്ച് നനച്ചെടുക്കുക. തൊടുമ്പോൾ ഒരു നനവ് കയ്യിൽ കിട്ടുന്നത് വരെ നന്നായിട്ട് എല്ലായിടും എത്തുന്ന രീതിയിൽ നനച്ചു കൊടുക്കണമെങ്കിൽ കേക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പലരും അത് ശ്രദ്ധിക്കാറില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. നല്ല വൃത്തിയായിട്ട് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കുമ്പോൾ ഒരു അത്യാവശ്യം തിക്കിൽ, വളരെ നൈസായിട്ട് തേക്കരുത്, ഉള്ളിൽ തന്നെ ഒരു അത്യാവശ്യം തിക്കിൽ ചേർത്താൽ നല്ല ഭംഗി ഉണ്ടാവും, കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടെ ഞാനൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം അതിൽ വെച്ചിട്ട് ഇനി എല്ലായിടവും കൂടെ ഒന്ന് വിപ്പിംഗ് ക്രീം കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ സൗണ്ട് എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ, തീരെ വയ്യ, നല്ല ഒരു തുമ്മലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും സൗണ്ടിൽ ക്ലിയർ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഒരു നിവൃത്തിയില്ല. അപ്പോൾ എനിക്കിത് കേക്കാണെങ്കിൽ ഇന്ന് ഇട്ടേ പറ്റുള്ളൂ, നാളെ ക്രിസ്മസ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ ആവും കൂടെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ റിസ്ക് ചെയ്തിട്ട് വിടുന്നത്. ഞാനിവിടെ റെഡ് കളറും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റും വെവ്വേറെ സെപ്പറേറ്റ് ഇത് നോസിലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സാധാരണ ഒരു കവറിൽ നിങ്ങൾ എടുത്താൽ മതി. നോസിൽ ഉണ്ടെങ്കിൽ സുഖമല്ലേ, ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു കവറിൻ്റെ സൈഡിൽ നോസിൽ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനൊരു ഈ നമ്മുടെ ട്വിക്സ് ഇല്ലേ ചോക്ലേറ്റ്, അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടാട്ടോ കണ്ണ് വെച്ചിട്ടുള്ളത്. ഈ ട്വിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ജെംസ് ഇല്ലേ അത് വെച്ചുകൊടുത്താലും മതി. ഇതുപോലെ പുരികം കൂടെ വരച്ചെടുക്കുക. ഇതുപോലെ ഞാനൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ള വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ കണ്ണും പുരികവും. അതുപോലെ തന്നെ നമ്മുടെ മീശയും കൂടെ വരക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആണ് ഞാൻ കറക്റ്റ് ആ ലൈനിൽ കൂടെയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടിയിൽ മുകൾ ഭാഗം റെഡും അടിയിൽ വൈറ്റും. അപ്പോൾ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ ഇങ്ങനൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മീശ വേണം, തൊപ്പി വേണം. അപ്പോൾ നമുക്ക് തൊപ്പി ആദ്യം സെലക്ട് ചെയ്യാം. തൊപ്പിയിൽ അറ്റത്തില്ല വൈറ്റായിട്ടുള്ള ലൈന്, അതാണ് ഇപ്പോൾ വരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി. കാരണം താടിയിലെ സെയിം ഡിസൈൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപോലെ ആയിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലവർ ഒന്ന് ചുറ്റിച്ച് വരഞ്ഞെടുക്കുക. ശേഷം വലിയൊരു ബോള് പോലെ വലുതാക്കിയിട്ടൊരു ഫ്ലവറും കൂടെ വരയുക. അതായത് ക്യാപ്പിൻ്റെ അറ്റത്ത് കണ്ടിട്ടില്ലേ ഒരു വൈറ്റ് ബോള്, അതാണ് കേട്ടോ അത്. ഇനി റെഡായിട്ടുള്ള കളറുകൊണ്ട് ബാക്കിൽ മുഴുവനായിട്ടും തൊപ്പിയിൽ കളർ കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ താടിയിൽ കൊടുത്ത പോലെ അപ്പോൾ ഇങ്ങനെ കുഞ്ഞു 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 ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അടുപ്പിച്ചിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് ഇട്ടെടുക്കുക. ഗ്യാപ്പുകൾ എന്തെങ്കിലും ലാസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഫില്ല് ചെയ്താൽ വൃത്തിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ താടിയിൽ വരഞ്ഞ നോസിലല്ല ഇത് വേറെ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി ലാസ്റ്റ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മീശം കൂടെ വരച്ചു കൊടുക്കണം. ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. ശേഷം നമുക്ക് മീശം കൂടെ വരച്ചെടുക്കാം. അപ്പോൾ കൊമ്പ മീശയാണല്ലോ, വലിയ മീശ വരച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വലുതാക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു മീശയുടെ ഗ്യാപ്പിലാണ് മൂക്കും വായൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എവിടെയാണ് വായ മൂക്കൊക്കെ എവിടെയെന്നൊന്നും ചോദിക്കരുത്, പല്ല് മൂക്കൊന്നും എവിടെയെന്ന് ചോദിക്കരുത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് വലുതാക്കിയിട്ട് മീശ വരച്ചെടുത്താൽ മതി. ശേഷം ഞാനിവിടെ രണ്ട് കുഞ്ഞ് പല്ലൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുമൊന്നുമില്ല, കാരണം വെള്ളയല്ലേ മൊത്തത്തിൽ, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ വിപ്പിംഗ് ക്രീം ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഒന്ന് വെറുതെ വരതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഇങ്ങനെ പരന്നിട്ട് വരുമ്പോൾ ഒരു പല്ലിൻ്റെ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.